ഹലോ ഓൾ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ആഴ്ച മുന്നേ ഒരു സൺസ്ക്രീൻ ഏത് ബെസ്റ്റ് ചൂസ് ചെയ്യണം, ഏത് സൺസ്ക്രീനാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി റെസ്പോൺസസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് അതിൽ നിർഭാഗ്യവശാൽ കുറേ ആൾക്കാർ ഈ പറയുന്ന കെമിക്കൽസ് ഉള്ള സൺസ്ക്രീൻസാണ് എന്നെപ്പോലെ തന്നെ അറിയാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഈ കെമിക്കൽസ് ഇല്ലാത്ത കുറച്ച് മിനറൽ സൺസ്ക്രീൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്യാബിറ്റിൻ്റെ സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഏർത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇത് രണ്ടുമായിരുന്നു അന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിഷ് കെയറിൻ്റെയാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഈ 3 സൺസ്ക്രീൻസിൻ്റെയാണ് ഞാൻ റിവ്യൂ പറയുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. പക്ഷേ ഇത് 3ഉം ഇപ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. പിന്നെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഇത് 3ഉം ഓരോന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എല്ലാം കൂടെ ഒന്നാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കാര്യം ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ മക്കൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് ഞാൻ ഉപയോഗിച്ചിരുന്നത് പോലത്തെ UV ടോക്സിൻ്റെ സൺസ്ക്രീനാണ്, അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ UV ടോക്സിൻ്റെ ആ സൺസ്ക്രീൻ നിങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അത്തരത്തിലുള്ള കെമിക്കൽസ് അതിനകത്തുണ്ട്. അപ്പം ആ കെമിക്കൽസിന് ആ പറഞ്ഞ എഫക്ട്സ്, ഹോർമോൺ ഡിസ്റപ്ഷൻ എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ UV ടോക്സ് തന്നെ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് എനിക്കുള്ളൊരു ഹാപ്പി ന്യൂസ്. അതായത് ഞാനിതിൻ്റെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ കയറിയപ്പം UV ടോക്സിൻ്റെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് മിനറൽ സൺസ്ക്രീനാണ്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കാം, ഇത്രയും വലിയൊരു ബ്രാൻഡ് അവരുടെ ഇത്രയും കാലത്തെ ഉള്ള ആ ഒരു സൺസ്ക്രീൻ മാറ്റിയിട്ട് ഇപ്പം മിനറൽ സൺസ്ക്രീൻ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കെമിക്കൽസ് എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നവർക്ക് ചിലപ്പോൾ ബോധ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് UV ടോക്സ് ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UV ടോക്സിൻ്റെ മിനറൽ സൺസ്ക്രീൻ വാങ്ങിക്കാം. അങ്ങനെ തന്നെ നിങ്ങൾ ഓൺലൈനായാലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും ഈ 3 സൺസ്ക്രീൻസ് നോക്കാം. അപ്പോൾ ആദ്യം ഗ്യാബിറ്റ് എടുക്കാം. ഗ്യാബിറ്റിന് ഇത് 50 ml ആണ്. 50 ml അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഒലിവ് ഗ്രീൻ ടൈപ്പ് ഓഫ് കളറാണ് വരുന്നത്. ഇത് ഏർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഏർത്ത് ഇങ്ങനെ ഒരു സാൻഡൽ കളറിലുള്ളൊരു ട്യൂബാണ് വന്നിരിക്കുന്നത്. ഇത് വിഷ് കെയറിൻ്റെയാണ്. വിഷ് കെയറിൻ്റെ സാധാരണ നമ്മൾ ഓരോ ക്രീംസൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പാക്കേജിങ്. ഇതെനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. ഇതിൽ നിങ്ങൾക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്താൽ മതി. ഓരോ സൺസ്ക്രീനിനെയും പറയുമ്പോൾ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് കൂടെ സൈഡിൽ ഫോട്ടോ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റാണ്. അതായത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ പോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് ഒത്തിരി ക്രീം എഫക്റ്റ് ഇഷ്ടമുണ്ടാവില്ല, ചില ആൾക്കാർക്ക് ജെല്ലായിരിക്കും. ചില ആൾക്കാർക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫീൽ ഉണ്ടാവണം. അങ്ങനത്തെ ടൈപ്പിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ 3 ആൾക്കാർ ഇപ്പം ഗ്യാബിറ്റിൻ്റെയൊക്കെ മുകളിൽ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് 100% മിനറൽ സൺസ്ക്രീൻ എന്ന്. ഞാനതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്തപ്പോഴും അങ്ങനത്തെ ഒന്നും കണ്ടില്ല. ഇനി നമ്മൾ പറഞ്ഞ കെമിക്കൽസിന് വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നോക്കിയിടത്തോളം കണ്ടിട്ടില്ല. ആൻഡ് ഇതും അതേപോലെ തന്നെ നമ്മൾ ആ പറഞ്ഞ കെമിക്കൽസ് ഒന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസിലില്ല. സെയിം ഇതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത് ഏർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇപ്പോൾ തൽക്കാലം എത്ര എടുക്കണം ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സൺസ്ക്രീൻ എപ്പോഴും ഒരു പുറത്തിറങ്ങുന്നതിൻ്റെ 15 മിനിറ്റ്സ് മുന്നേ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കൈയൊക്കെ, മുഖത്ത് എന്ത് സാധനം ഇടുമ്പോഴും കൈയൊക്കെ നല്ല ക്ലീൻ ആയതിനു ശേഷമേ മുഖത്ത് തൊടാവുള്ളൂ. പിന്നെ ഞാൻ പൊതുവേ സൺസ്ക്രീൻ ഇടുന്നതിന് മുൻപ് നമ്മുടെ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇടാറ് കേട്ടോ. ഇപ്പോൾ സൺസ്ക്രീൻ ആയാലും എന്ത് ക്രീമായാലും ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇടാൻ ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, കഴുത്തിലിട്ടില്ല, അപ്പോൾ മുഖത്തെ സ്കിന്ന് മാത്രം നല്ല ഹെൽത്തി ആയിരിക്കും, കഴുത്തിലെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇത് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ്, നമ്മുടെ എന്തെങ്കിലും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഓയിൻമെൻ്റൊക്കെ ഇല്ലേ, ആ ഒരു ടെക്സ്ചറാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. തേക്കുമ്പോഴും ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. നമ്മളിങ്ങനെ തേക്കുന്നത് അറിയുന്നേ ഇല്ല. നല്ല സ്മൂത്തായിട്ട്
ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ഓയിൻമെൻറ്റിൻ്റെ മണം ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഇതിപ്പോൾ ഒരു ഇട്ടതുപോലത്തെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഏത് സൺസ്ക്രീൻ ആയാലും നിങ്ങൾ ഇട്ട സമയത്ത് ഭയങ്കര നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലോ ഒരു സാധനം ഇട്ടൊരു എഫക്റ്റ് ഉണ്ടാകും. അയ്യോ അപ്പം അത് കണ്ടിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, ഇത് എന്തെല്ലോ തേച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് അങ്ങനെ കരുതരുത്. അത് കുറച്ചൊന്ന് കഴിയണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലാണ് അതിൻ്റെ ആക്ച്വൽ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുക. ശരിക്കും ഈ സൺസ്ക്രീൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കണോ എന്നതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ പറഞ്ഞതിൽ അല്ലെങ്കിൽ നല്ല ഒരു മിനറൽ സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എടുക്കാൻ. ഓക്കെ. പിന്നെ ഇതിലെല്ലാം എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ SPF 50, അതുപോലെ തന്നെ PA+++, പിന്നെ ബ്രോഡ് സ്പെക്ട്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഇത് മാറ്റ് ആണെന്ന് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷാണ്, അതായത് നമുക്ക് ഇട്ടതുപോലെ അങ്ങനെ തോന്നില്ല. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. നിങ്ങൾക്ക് ഈ റെഡ്നെസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഇട്ട എഫക്റ്റ് ഒന്നും തോന്നുന്നേയില്ല. നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. ഇടുമ്പോഴും നല്ല ഇതാണ്. അപ്പം ഇതാണ് തൃത്വം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ റിവ്യൂ. ബാക്കിയുള്ളത് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് വിഷ് കെയറിൻ്റെ ആണ്. അപ്പോൾ ഈ വിഷ് കെയറിൻ്റെയും ഈ പറഞ്ഞതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. അതിനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്, മറ്റേ ഓക്സി ബെൻസോൺ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം ഇതാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ 3 ട്യൂബുകളും 50 ml-ൻ്റെതാണേ. ഇത് കുറച്ച് ക്രീം പോലെയാണുള്ളത്, എല്ലാം ക്രീമാണ്. ശരിക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ 3 ഫിംഗറിൽ ഇങ്ങനെ എടുത്തിട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ, എനിക്കറിയില്ലത്. അങ്ങനെ പുറത്തൊക്കെ നല്ല സൺ എക്സ്പോഷറിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പോകാത്തത് കൊണ്ടാണ് ഞാൻ അത്ര എടുക്കാത്തത്. ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഫേസിൽ ചില ആൾക്കാരുടെ കുറച്ച് വലുതായിരിക്കും, ചില ആൾക്കാരുടെ ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പോകുന്ന സ്ഥലം അനുസരിച്ചിട്ടും എന്ത് ചെയ്യുക, സൺസ്ക്രീൻ എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ റബ്ബ് ചെയ്യരുത്, ഒരൊറ്റ ഇങ്ങനെ ഒരു ഇത്, കാരണം ഇതൊരു ലെയർ പോലെ അവിടെ കിടക്കണമല്ലോ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ അബ്സോർബ് ആവുന്നുണ്ട്, കുറേ നേരം ഒന്നും എടുക്കുന്നില്ല, ഒരു തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നേരം ഒന്നും എടുത്തിട്ടേ ഇല്ല, ജസ്റ്റ് ഇടുന്നു അപ്പം തന്നെ അബ്സോർബ് ആവുന്നു, കഴിഞ്ഞു. ഓക്കെ. ഇതിന് കുറേ നേരമൊന്നും എടുത്തില്ല നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്, ശരിക്കും നമ്മൾ ഓരോ ക്രീംസൊക്കെ റിവ്യൂ പറയുമ്പോൾ ഒരു മാസമൊക്കെ യൂസ് ചെയ്തിട്ട് വേണ്ടേ പറയാൻ. ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് യൂസിൽ ഇതെങ്ങനെയുണ്ട്, ഇടുമ്പോൾ എങ്ങനെയുണ്ട്, അത് മാത്രമാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഓരോരുത്തരുടെ സ്കിന്നിൽ വർക്കാവുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ഹോർമോൺ ഇൻറ്ററപ്റ്റേഴ്സ് ഇല്ലാത്ത കെമിക്കൽ സൺസ്ക്രീൻസ് ടെസ്റ്റ് ചെയ്യുന്നു. അത് എങ്ങനെയുണ്ട്, ക്രീമി ആണോ, ഒട്ടിപ്പിടുത്തമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒട്ടിപ്പിടുത്തവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഭയങ്കര എന്തോ ഇട്ടതുപോലത്തെ ഒരു ഫീലും ഇല്ല. ഓക്കെ. അപ്പോൾ ഒരു നല്ല സൺസ്ക്രീനാണിത്. ഇതിനകത്ത് സ്പെഷ്യലി ആൻറ്റി ഓക്സിഡൻസ്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, 1% ഹൈലൂറോണിക് ആസിഡ്, നയസിനമൈഡ്, സെറമൈഡ്, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസും ഒക്കെ ഉണ്ട്. ഓക്കെ. നല്ലതായിട്ടാണ്. എനിക്ക് ഇന്നലെ ഇട്ട തൃത്വത്തിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ഫീല് കിട്ടിയിട്ടുണ്ട് ഇതിട്ടപ്പോൾ. ഓക്കെ. യെസ്. ഇനി അപ്പോൾ നാളെ നമ്മളുടെ ലാസ്റ്റത്തെ ആൾ ഗ്യാബിറ്റിൻ്റെ നോക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ്. ഇതിപ്പോൾ ഒന്നും ഇട്ടതുപോലെ തോന്നില്ല, ഭയങ്കര നാച്ചുറലായിട്ടുണ്ട്, ഒന്നും ഇട്ടില്ല. അപ്പം തൃത്വം നോക്കുകയാണെങ്കിൽ തൃത്വം നല്ല തന്നെയാണ്, നല്ലൊരു ഗ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ രീതിയിൽ ഇപ്പം നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ക്രീം ഇട്ട ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ട്. മീൻസ് മോശമായിട്ട് ഇങ്ങനെ ലെയർ പോലെ നിൽക്കുന്നു എന്നല്ല, ഒരു നല്ല ഒരു എഫക്റ്റ് ഉണ്ട്. ഇതാണെങ്കിൽ ഒന്നും ഇടാത്ത, മീൻസ് ഒന്നും മുഖത്തിടാത്തത് പോലത്തെ ഒരു റോ ലുക്ക് ഉണ്ട്.
അപ്പം നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട്. ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പം മാറ്റ് ഫിനിഷ് അല്ലാത്തത്, മറ്റേ ഏർത്ത് കുറച്ചൊരു മാറ്റ് ഫിനിഷാണ്. നമ്മൾ എന്താ പറയുക, ഫൗണ്ടേഷനൊക്കെ ഇട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാലുള്ളതുപോലത്തെ ചെറിയൊരു ലെയർ പോലത്തെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു നമ്മുടെ സ്കിന്നിങ്ങനെ മാറ്റ് ഇഷ്ടമില്ല, കുറച്ചൊരു ഓയിലി ഗ്ലോ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ കുറച്ചൊരു ഓയിലി ആക്കി നിർത്തുന്നുണ്ട്. അങ്ങനെ ഹലോ ഓൾ, അപ്പോൾ ഇന്ന് നമ്മളുടെ ലാസ്റ്റത്തെ സൺസ്ക്രീൻ, അതായത് നമ്മുടെ ഗ്യാബിറ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതിൻ്റെത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ലാസ്റ്റത്താണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ 50 ml ആണ്. അപ്പോൾ ഇത് മൂന്നും ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു കമ്പാരിസൺ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ഒലിവ് ഗ്രീൻ കളറാണ്. എപ്പോഴും ചെയ്യണത് പോലെ കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് മുഖം നിങ്ങൾ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇടുക. കുറച്ചെടുത്തിട്ട് ഇട്ട് നോക്കിയതിന് ശേഷം കുറേ എടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഒരു തവണ നമുക്ക് എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും ഓരോന്നിൻ്റെയും എത്ര വേണമെന്ന്. അപ്പം ഏർത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് മതി, കാരണം കുറച്ചതൊരു ഓയിലി പോലെ ആയതുകൊണ്ട് കുറച്ചെടുക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. കഴുത്തിലും ഇടണം. ഇടുമ്പം എനിക്കിപ്പോൾ പുറത്തൊന്നും ഞാൻ പോവാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ കഴുത്തിലിടുന്നുള്ളൂ കേട്ടോ. ഇടുമ്പോൾ നിങ്ങൾ എല്ലാ ഭാഗത്തും ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈക്വലി സ്പ്രെഡ് ചെയ്യാം. ഇതെല്ലാം തന്നെ കുറച്ചൊരു ക്രീം പോലെ ആയതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ കുറച്ചുകൂടി, ഇങ്ങനെ തേക്കാൻ കുറച്ചുകൂടി ഈസി ഉണ്ട്. ക്രീം ആകുമ്പോൾ വേഗം എല്ലാ ഭാഗത്തുമല്ലോ. എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ചിലതൊരു ഇപ്പോൾ UV ഡോക്സിൻ്റെ ഒക്കെ കുറച്ചൊരു ജെല്ലല്ല, ഒരു ഓയിൽനെസ് ഇല്ലാത്ത ടൈപ്പാണ്. അതായിരിക്കും എനിക്ക് തോന്നുന്നു UV ഡോക്സ് കുറേ പേർക്ക് ഇഷ്ടമാവാൻ കാരണം. ഇത് ഇടുമ്പോൾ ഒരു ക്രീം പോലെ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാറ്റ് പോലെയാണുള്ളത്. എന്നുവെച്ചാൽ ഒരു ഒട്ടും ക്രീമി അല്ലാത്ത ടൈപ്പാണുള്ളത്. നമ്മൾ കുറച്ചൊരു നേരം വെയിറ്റ് ചെയ്യണം. ഒരു 2 minutes ഓർ ഒരു 5 minutes ഒന്നും വേണ്ട, അപ്പോഴേക്ക് അബ്സോർബ് ആവുന്നുണ്ട് ആക്ച്വലി. ഇതിൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ml ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 490 റുപ്പീസാണ് കേട്ടോ, 490 ഏർത്ത് വരുന്നത് 469, 469. വിഷ് കെയറിൻ്റെ വരുന്നത് 499. ഏകദേശം എല്ലാം 50 ml ആണ്. 400 ആ റേഞ്ചിലാണ്, 400 റേഞ്ചിലാണ് എല്ലാറ്റിൻ്റെയും പ്രൈസ് വരുന്നത്. ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഇട്ടതുപോലത്തെ ഒരു ഫീൽ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒട്ടിപ്പിടുത്തം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരിച്ചിരി ഒരു മേക്കപ്പ് ഇട്ട ഒരു ലുക്കുണ്ട്. എനിക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ടും എനിക്കതിടാൻ പറ്റാത്തതുകൊണ്ടും എനിക്കിത് കുറച്ചുകൂടി ഒരു മേക്കപ്പ് ഇട്ടൊരു ലുക്കുണ്ട്. എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ 3 എണ്ണത്തിലും കണ്ടിട്ട് എനിക്ക് ഏതാണ് സ്യൂട്ടായതുപോലെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് 3 നമ്മൾ എടുക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 മിനറൽ സൺസ്ക്രീനാണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ബ്രാൻഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് 3 മിനറൽ സൺസ്ക്രീനാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ വെച്ച് നോക്കുമ്പം വിഷ് കെയർ കുറച്ചുകൂടെ ഒരു ഓയിലിയാണ്. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം എൻ്റെത് അങ്ങനെ ഓയിലി സ്കിന്നല്ല. പക്ഷേ എനിക്ക് ഇന്നലെ ഇത് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ മുഖത്തൊരു ഷൈനി ഗ്ലോ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഒരു ഡ്രൈ സീസണാണ്, നമ്മൾ ഭയങ്കര എന്താ പറയുക മഴക്കാലമാണ് അല്ലെങ്കിൽ വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഇനി അതുമല്ല ത്രൂ ഔട്ട് AC-യിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവില്ലേ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വിഷ് കെയർ നല്ലതായിരിക്കും. ആൻഡ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യൂട്രലായിട്ട് നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിയും അല്ല, മാറ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഭയങ്കര മാറ്റിഫൈങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇട്ടതുപോലത്തെ നമുക്ക് അറിയേയില്ല. നല്ലതുണ്ട് അപ്ലൈ ചെയ്യാൻ. ഇതും അതേപോലെ തന്നെ നമുക്ക് ഇത് ഏർത്ത് വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ ക്രീം കുറച്ച് കട്ടിയാണ്. ഏർത്ത് കുറച്ചുകൂടി ഇങ്ങനെ നമ്മൾ ബട്ടറി ഫിനിഷ് എന്നൊക്കെ പറയില്ല, ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ അലിയുന്ന ടൈപ്പാണ് ഏർത്തിൻ്റെ ക്രീം. ഇത് കുറച്ച് കട്ടിയാണ്. അപ്പം നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും ഇടാതെ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. ഇത്
അങ്ങനെ ഇത് മൂന്നും ഈ പറഞ്ഞ പോലെ ഞാൻ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയിട്ട് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് കണ്ടില്ല. നമ്മൾ 2-3 എണ്ണത്തിൻ്റെ പേരൊക്കെ മാറ്റി വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ ഇതിൽ കണ്ടിട്ടില്ല. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഇവിടെ വെക്കാം. ഇത് നമ്മുടെ ഗ്യാബിറ്റിൻ്റെ. അപ്പോൾ ഈ ഗ്യാബിറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ 100% മിനറൽ സൺസ്ക്രീൻ എഴുതിയിട്ടുണ്ട്. SPF 50 PA+++ ആണ്. പിന്നെ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഇന്ത്യൻ ഗൂസ്ബെറി, വിൻ്റർ ചെറി, ഓട്സ് ആണ്. സൂപ്പർ ഫുഡ് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രോഡ് സ്പെക്ട്രം UVA-B ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. മിനറൽ ആൻഡ് എസെൻഷ്യൽ ഓയിൽ ഫ്രീ ആണ്. ഓക്കെ, മിനറൽസും എസെൻഷ്യൽ ഓയിൽസും ഒന്നുമില്ല. മെയിനായിട്ട് സിങ്ക് ഓക്സൈഡ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. പിന്നെ ഇന്ത്യൻ ഗൂസ്ബെറി, ഇന്ത്യൻ വിൻ്റർ ചെറി, ഓട്ട് എക്സ്ട്രാക്ട്, സാഫ്രൺ, വൈറ്റമിൻ ഇ, ലാക്ടോബാസിലസ് ഫെർമെൻറ്റ് ലൈസേറ്റ്. ഓക്കെ, സിലിക്കൺ ഫ്രീ ആണ്. കെമിക്കൽ ഫിൽറ്റേഴ്സ് ഫ്രീ ആണ്. മിനറൽ ഓയിൽസ് ഇല്ല, എസെൻഷ്യൽ ഓയിൽസ് ഇല്ല. PG, സൾഫേറ്റ്സ്, പാരബിൻസ്, താലേറ്റ്സ്, ഗ്ലൂട്ടൻ, ഡൈസ്, ഫ്രാഗ്രൻസ്, ഹാംഫുൾ കെമിക്കൽസ്, അലർജൻസ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യാൻ തോന്നുന്നത് ഇതാണ്. പക്ഷേ അത്രത്തും ഇത് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ഇതാണ്. ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മെയിനായിട്ട് അങ്ങനെ ഭയങ്കര നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഇതിനകത്ത് വായിച്ച പോലത്തെ ഇൻഗ്രീഡിയൻസ് ഇല്ല. കോക്കനട്ട്, ആൽക്കൈൻ, സാധാരണ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അങ്ങനെ സ്പെഷ്യലി നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഇതിലില്ല. UVA UVB പ്രൊട്ടക്ഷൻ അത്രയേ ഉള്ളൂ. മിനറൽ സൺസ്ക്രീൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്ലൈ ചെയ്യാൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് സുഖം തോന്നിയത് ഇതാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ രണ്ടും ഏകദേശം ഒരേ ലുക്കാണുള്ളത്. രണ്ടും ഏകദേശം ഒരു മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഇൻഗ്രീഡിയൻസ് വൈസ് എന്നെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്തത് ഇതാണ്. ഇനി വിഷ് കെയർ നോക്കുകയാണെങ്കിൽ വിഷ് കെയറിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കണം. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, 1% ഹൈലൂറോണിക് ആസിഡ്, നയസിനമൈഡ്, സെറമൈഡൊക്കെ നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷന് നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നോ വൈറ്റ് കാസ്റ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കുറേ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കും പിന്നെ കുറച്ചുകൂടെ ഓയിലി ആണ് ഇഷ്ടം, അതായത് ഇങ്ങനെ സ്കിൻ ഓയിലി ആയിരിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്കും ഇത് നല്ലതായിരിക്കും. എനിക്ക് നോർമൽ ഡേയ്സിൽ ഭയങ്കര ഓയിലി ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം നമ്മൾ ഡ്രൈ സീസണാണ് അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ സ്കിന്ന് ഭയങ്കര ചില സമയത്ത് സ്കിൻ ഇങ്ങനെ ഡ്രൈ ആവാറുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടി ഓയിലി ആയിട്ടുള്ള, സാധാരണ ഞാൻ അത്ര ഓയിലി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ അല്ലായിരുന്നു ഉപയോഗിക്കുന്നത്, വർഷങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം ഇവിടുത്തെ വെതർ ഇപ്പോൾ കുറച്ചൊരു ഡ്രൈ ആണ്. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ഇവിടെ നമുക്ക് പുറത്ത് അല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ AC ഇരിക്കുന്നതുകൊണ്ട് സ്കിന്ന് കുറച്ച് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഓയിലി ആയിട്ടൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ഇന്നലെ എനിക്കിത് ഉപയോഗിച്ചപ്പോൾ കുറച്ചുകൂടെ ഓയിലി ആയതുപോലെ തോന്നി. പേഴ്സണലി എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഭയങ്കര ഓയിലി സ്കിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത് കുറച്ചുകൂടി ഓയിൽ പ്രൊഡക്ഷന് ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻഗ്രീഡിയൻസ് വൈസും യൂസ് ചെയ്യുമ്പോഴും നല്ല സുഖമുണ്ട്. ഇങ്ങനെ അറിയാത്ത രീതിയിലുള്ളതുണ്ട്. നോക്കുകയാണെങ്കിൽ എനിക്കിത് 3 ഇഷ്ടമായി. ഇത് കുറച്ചുകൂടി ഡ്രൈ വെതറിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് രണ്ടും നോർമലി ഉള്ള വെതർ നോക്കിയാണ്. പക്ഷേ ഇൻഗ്രീഡിയൻസ് വൈസ് ഇത് രണ്ടും കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. ഇത് ഞാനൊന്നും പേഴ്സണലി ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ നല്ലതാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ ആകെ ഇതിപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന്ന് ഉപയോഗിച്ചു, ഇത് ഏറ്റവും ആദ്യത്തെ ദിവസം ഉപയോഗിച്ചു, ഇത് ഇന്നലെ ഉപയോഗിച്ചു, അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് കണ്ടിന്യൂസ് യൂസിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ ആകെ ഇപ്പം നോക്കിയിട്ടുള്ളത് ഈ കെമിക്കൽസ് ഫ്രീ ആണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാരണം ഇത് 3 ഞാൻ വാങ്ങിച്ചത് കൊണ്ട് ഇത് 3 ഞാൻ എന്തായാലും ഉപയോഗിച്ച് തീർക്കും. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പിന്നെ UV ഡോക്സിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, അവരുടെ തന്നെ മിനറൽ സൺസ്ക്രീൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങിക്കാം, അതായാലും കുഴപ്പമില്ല. കുറച്ച് വില കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 50 ml തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു 800 രൂപയൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തവർക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഞാനെല്ലാം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കാരണം ഈ സൺസ്ക്രീനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അവർ ഈ കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള മിനറൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ ചാനലിലെ വീഡിയോസെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഓരോ ബ്രാൻഡിൻ്റെ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ. നിങ്ങൾ ഒറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി. ഈ പറഞ്ഞ ബേസിക് സാധനങ്ങൾ SPF 50, PA+++, പിന്നെ ബ്രോഡ് സ്പെക്ട്രം, നോൺ കൊമിഡോജനിക്, അങ്ങനത്തെ സാധനങ്ങൾ നോക്കുക. ഇൻഗ്രീഡിയൻസ് നോക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൺസ്ക്രീനിൻ്റെ വീഡിയോസിൽ പറഞ്ഞ കെമിക്കൽ ഫ്രീ ആണോ എന്ന് നോക്കുക. ആ കെമിക്കൽസ് ഇല്ല എന്നാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഫ്രാഗ്രൻസ് ഇല്ല എന്നാണെങ്കിൽ ഗുഡ്. അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോഴും. അല്ലാതെ ബ്രാൻഡ് നോക്കിയിട്ടോ ബ്രാൻഡ് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾ സൺസ്ക്രീൻസ് ചൂസ് ചെയ്യരുത്. സൺസ്ക്രീൻസ് നല്ല എന്ത് സാധനവും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക, നല്ലതാണെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.